scripture. ഇന്നയോളം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തി മരിച്ച സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിലാണ്. Secondly, all the saints of the Lord who trusted upon him, who lived upon him, are within his hands. അവർ ക്രിസ്തുവിൽ മരിച്ച് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. And they have died in Christ and been hidden in him. മൂന്നാമതായി വിശുദ്ധന്മാരെന്ന് പറയുന്നത്, and thirdly the saints means ഇന്ന് ഭൂമിയിൽ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സകല മനുഷ്യരും വിശുദ്ധന്മാരാണ്. all the people who have been purchased by the blood of Jesus are the saints. മോശ എന്താണ് പാടിയിരിക്കുന്നത്? What did Moses sing? അവന്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുകയാണ്. all his saints are in his hands. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരായ വിശുദ്ധന്മാർ ദൈവത്തിന്റെ കരത്തിലാണ്. therefore the angels of God are within the hands of God. അവർ എന്തിന് ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, if you ask the reason why are they in his hands, ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വീരന്മാരായിരിക്കാൻ, because to be the righteous and the mighty ones who obey the commands of the Lord. അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരെ എന്നാണ് ബൈബിൾ അവരെ വിളിച്ചിരിക്കുന്നത്. the Bible calls them the angels who obey the commands, or ye mighty ones. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി അവർ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു. they are in his hands to do his work. രണ്ടാമതായി മരിച്ച് മൺമറഞ്ഞു പോയ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാണ്. secondly, all the saints who have died and are in the earth are in his hands. അവരാരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. they are not lost. അവർ മരണത്തിരശ്ശീലയ്ക്കപ്പുറം ദൈവത്തിൽ വിശ്രമിക്കുകയാണ്. they are behind the curtains of death and resting in the Lord. അവർ ദൈവത്തിൽ വിശ്രമിക്കുന്നവരാണ്. they are resting in the Lord. മൂന്നാമതായി നാം ചിന്തിച്ചപ്പോൾ, when we meditated the third portion, ജീവനോടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരത്തിലാണ്. all those who are alive, you and me, are within his hands. ദൈവത്തിന്റെ കരത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കുകയാണ്. we are being preserved within his hands. എന്തിനാണ് നാം ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്? why are we within his hands? ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, when we study about the hand of God, പ്രവാചകനായ യെശയ്യാവ് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. prophet Isaiah has mentioned it likewise. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ, when we come to Isaiah chapter 40 and verse 12, അവിടെ ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് യെശയ്യാവ് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. there the hand of the Lord has been described by Isaiah likewise. ദയവായി വായിച്ചാട്ട് യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. Isaiah chapter 40 and verse 12. തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ പ്രവാചകൻ ഇവിടെ പറയുകയാണ്. Here the prophet is saying likewise. സമുദ്രത്തിലെ വെള്ളം കൈക്കുള്ളിൽ നിർത്തിയവനാണ്. He is the one who has measured the waters within his hands. ആകാശത്തിന്റെ വിസ്താരത്തെ ചാണുകൊണ്ട് അളന്നവനാണ്. and has measured out the heaven with a span. ഭൂമിയിലെ പൊടി നാഴിക്കുള്ളിൽ നിറച്ചു. and he had comprehended the dust in a measure. അവൻ പർവ്വതത്തെ വെള്ളിക്കോല് കൊണ്ട് തൂക്കി. and he weighed the mountains in scales. മനുഷ്യ ബുദ്ധി കൊണ്ട് നമുക്കിത് ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ല. we cannot understand this with our human brain. ഇപ്പോൾ ഈ കപ്പിലെ ഒരു അരക്കപ്പ് വെള്ളം പോലും എൻ്റെ കൈക്കുള്ളിൽ നിർത്തുവാനുള്ള ശേഷി എനിക്കില്ല. I do not have the ability to keep this cup of water within the hollow of my hand. ദൈവത്തിന്റെ കരങ്ങളിൽ മുഴുവെള്ളവും നിർത്തി എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. but the Bible says that the whole waters were within the hollow of his hand. അറ്റ്ലാന്റിക്കിലെയും in the Atlantic അറേബ്യൻ സമുദ്രത്തിലെയും and in the Arabian Sea, മറ്റ് ഭൂമിയിലെ സകല സമുദ്രങ്ങളിലെയും തടാകങ്ങളിലെയും ഉറവകളിലെയും എല്ലാം വെള്ളം തന്റെ കൈക്കുള്ളിൽ നിർത്തി. all the waters in the oceans, lakes, springs and fountains were within his hand. ഇന്നിയോളം ശാസ്ത്രത്തിന് അളന്നു തിട്ടപ്പെടാൻ കഴിയാത്ത ഈ ആകാശവിധാനത്തിന്റെ മഹിമ തൻ കൈകൊണ്ട് അളന്നു. and the skies and the universe which the science could not measure, he has measured out with his span. അതിനപ്പുറമായി അവൻ പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട് തൂക്കി. and above all he had weighed the mountains with scales. ഭൂമിയിലെ പൊടി അവൻ നാഴിക്കുള്ളിലാക്കി. comprehended the dust of the earth in a measure. അതിന്റെ ആഴം ഗ്രഹിക്കാനുള്ള ശേഷി നമുക്കില്ല. we do not have the ability to understand its depth. ദൈവത്തിന്റെ കരം അത്രമാത്രം വലുതാണ്. such great is the hand of God. ഞാനും നിങ്ങളും ആ കരത്തിലാണ്
കരത്തിലാണ് ഇരിക്കുന്നത്. And we are seated within his നാം hands. ദൈവത്തിന്റെ കരത്തിലായിരിക്കുമ്പോൾ As long as we are within his hands, ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. there are certain plans concerning us by him. അതിലൊന്ന്, നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ സൂക്ഷിക്കുകയാണ്. The first thing is that we are within his hands and he preserves ഒരു us. നാൾ യേശു തന്നെ അനുഗമിച്ചവരോട് പറയുന്നു, One day Jesus says unto his followers, ആരും നിങ്ങളെ എൻ്റെ കരങ്ങളിൽ നിന്ന് വലിച്ചു പറിക്കത്തില്ല. no one can pluck you out of my hand. ആരും നിങ്ങളെ എൻ്റെ പിതാവിന്റെ കരങ്ങളിൽ നിന്ന് വലിച്ചു പറിക്കത്തില്ല. No one can pluck you out of my Father's പ്രിയ hand. ദൈവ പൈതലേ, നീ Dear child of God, ദൈവത്തിന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. you are seated within the hand of God. നിന്റെ ദൈവത്തിന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. You are seated within the hands of your ഈ God. കരത്തിൽ നിന്ന് വലിച്ചു പറിക്കുവാൻ ആർക്കും സാധ്യമല്ല. No one can pluck you out from that hand. ഈ ലോകത്തിലെ ഒരു പ്രതിഭാസങ്ങൾക്കും അത് സാധ്യമല്ല. No phenomena can pluck you out of his hand. യേശു ഒരിക്കൽ പറയുകയാണ്, Once Jesus said, യോഹന്നാന്റെ സുവിശേഷം Gospel of John, 10-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ when we read the 10th chapter and the 29th അവിടെ verse, യേശു പറയുന്ന വാക്ക് ദയവായി വായിച്ചാട്ടെ. let us read that scripture portion which Jesus said. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെറുപ്പാൻ ആർക്കും കഴിയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. No man is able to pluck them out of my Father's ഈ hand. ലോകത്തിൽ നിന്ന് നടമാടുന്ന ഒരു സംഭവങ്ങൾക്കും നിന്റെ ദൈവത്തിന്റെ കരത്തിൽ നിന്ന് നിന്നെ വലിച്ചു പറിക്കുവാൻ സാധ്യമല്ല. None of the incidents happening in this world can pluck you out from your Father's രണ്ടാമത് hand. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുകയാണ്. Secondly, he has given us a promise. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to Hebrews chapter 13 and verse അവിടെ 5, പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. there he says, I will never ever forsake you. അപ്പോൾ ആ കരത്തിൽ നിന്ന് ആർക്കും വലിച്ചു പറിക്കാൻ സാധ്യമല്ല. That means no one can pluck you out of that hand, ആ കരം നമ്മളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. and that hand will never leave us comfortless. നമുക്ക് നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. Therefore, let us truly trust in our God. നമ്മുടെ യേശു ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് Before Jesus departed from this world, ഒരിക്കൽ യേശു പറയുകയാണ്, once Jesus said, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. let not your hearts be troubled. നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. You should believe in me. നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. You should believe in my Father വീണ്ടും too. യേശു പറയുകയാണ്, Again Jesus said, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. I will never leave you comfortless. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. You live because I liveth. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, O saints who have been redeemed by the blood of Jesus, ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. now you are seated within the hands of God. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലായിരിക്കും പോലെ When all the saints are seated in the hands of God, ആ വിശുദ്ധന്മാരിൽ ഒരുവനായ നിങ്ങളും ദൈവത്തിന്റെ കരത്തിലാണ്. being the saint, you are in the hand of God ആ too. കരത്തിൽ നിന്ന് ഒരു ദുഷ്ടശക്തി നിങ്ങളെ വലിച്ചു പറിക്കത്തില്ല. And no evil power can pluck you out of that hand. അതിലുപരിയായി ദൈവം നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. Above all, he will never ever forsake you and leave you കഴിഞ്ഞ comfortless. ദീർഘനാളുകൾ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ If long time the Lord was there along with you, നിശ്ചയമായും തുടർന്നും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. surely he shall be with you henceforth. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരോടുകൂടെ നിങ്ങൾക്ക് പങ്കും ഓഹരിയും ദൈവം തന്നു എങ്കിൽ If the Lord has given you part along with the saints of this world, നമുക്ക് നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. you shall truly trust in your നമ്മുടെ God. രക്ഷകനായ യേശുവിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. Let us believe and trust in our Savior Lord. സ്വർഗത്തിലും നമുക്ക് അവകാശം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. Our Lord is faithful to give us our inheritance in heaven ഒരിക്കൽ too. പൗലോസ്ലീഹ ഇങ്ങനെ ചോദിക്കുന്നു, Once Saint Paul asked കർത്താവായ likewise, യേശുവിനെ തന്ന പിതാവ് the Lord who gave his son Jesus, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരാതിരിക്കുമോ? will he not give anything else along with it? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to Romans chapter 8 and verse 38, അവിടെ പൗലോസ്ലീഹ ചോദിക്കുന്നു, there Saint Paul is asking, യേശുവിനെ തന്ന പിതാവ് the Father who gave Jesus, അതോടുകൂടെ നിങ്ങൾക്ക് സകലതും തരാതിരിക്കുമോ? will he not give everything along with ഇന്ന് it?
നമുക്ക് ധൈര്യമായി ഏറ്റു പറയാം. Therefore, let us also boldly എന്നെ say, യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ എനിക്ക് സകലതും തരും. my Father who gave Jesus will give all along with him, അധർമ്മിയും പാപിയുമായ എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി in order to redeem who is immoral and sinner. തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിൽ അയച്ച് He sent his one and only begotten Son into this earth, ഗെത്സമനെ തുടങ്ങി ഗോൽഗോഥയോളം അവൻ പീഡനം അനുഭവിച്ച് and was afflicted from Gethsemane until Golgotha, അവന്റെ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് ഊറ്റിത്തന്ന് and shed his final drop of blood. നമ്മുടെ പേർ നീതിമാന്മാർ ഗണത്തിൽ ദൈവം എഴുതിയെങ്കിൽ And if he has added our names into the list of the righteous ones, അതോടുകൂടെ നമുക്ക് സകലം തരാതിരിക്കുമോ? will he not give the rest along with നമുക്ക് it? വിശ്വാസത്തോടെ ഏറ്റുപറയാം, Let us boldly say it. യേശുവിനെ തന്ന പിതാവ് എനിക്ക് സകലതും തരും. Father who gave Jesus will give everything along with it. യേശുവിനെ തന്ന പിതാവ് എനിക്ക് കൃപ തരും. The Lord who gave Jesus will give me grace too. യേശുവിനെ തന്ന പിതാവ് എനിക്ക് പ്രത്യാശ തരും. Father who gave Jesus will give me a hope too. യേശുവിനെ തന്ന പിതാവ് എനിക്ക് സ്ഥിരതയും ആശ്വാസവും തരും. The Father who gave Jesus will give me an establishment. ഈ ഭൂമിയിലുള്ളതൊക്കെയും എനിക്ക് തരും. He shall give everything in this ഈ world. ലോകം വിട്ട് ഞാൻ നിത്യതയിൽ എത്തുമ്പോൾ And even after I go from this earth to eternity, യേശുവിനെ തന്ന പിതാവ് സ്വർഗത്തിൽ എനിക്ക് ഏറ്റവും ഉന്നതമായത് തരും. Father who gave Jesus will give the highest things in heaven നമുക്ക് നമ്മുടെ too. പിതാവായ ദൈവത്തിൽ വിശ്വസിക്കാം. Therefore, let us believe in our Father God, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. because the God who has called us is faithful. നമുക്ക് അവന്റെ കരങ്ങളിൽ താണിരിക്കാം. Therefore, let us humble and be ആ in his കരം hand, നമ്മെ സൂക്ഷിക്കട്ടെ. and let that hand preserve us. ശത്രുവിന്റെ ആരവം കേട്ട് നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid hearing the triumph of the enemy. ദുഷ്ടന്റെ ആയുധം കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. Do not be afraid seeing the weapons of your adversary. സാത്താൻ നിങ്ങളെ നോക്കി പരിഹസിക്കുമ്പോൾ When Satan looks at you and mocks you, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അവനെ നോക്കി അട്ടഹസിക്കുന്ന മനുഷ്യനായിരിക്കണം. you should be filled with the anointing and should shout back at him. എന്താണ് പൗലോസ് പറയുന്നത്? What did St. Paul say? സമാധാനത്തിന്റെ ദൈവം The Lord of peace, എത്രയും വേഗം very soon, സാത്താനെ Satan നിങ്ങളുടെ കാൽ കീഴെ ആക്കി തരും. shall bruise under your feet. നമുക്ക് വചനം പൂർണ്ണമായി വിശ്വസിക്കാം. Therefore, let us truly believe in that word. ആ ദുഷ്ട ശക്തിയെ നമ്മുടെ കാൽ കീഴെ ദൈവം ആക്കി തരും. The Lord shall make this evil power under our feet. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് വരുമ്പോൾ Again, when we come to the scriptures, ദൈവത്തിന്റെ വിശുദ്ധന്മാർ എന്തിനാണ് ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്? why are the saints of the Lord within his hands? തിരുവഴുത്തിന്റെ ആഴം നമ്മൾ പഠിക്കുമ്പോൾ When we go into the depths of the scripture, നാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നത് we are in the hands of the Lord ദൈവം നമ്മെ പണിതെടുക്കേണ്ടതിനാണ്. because he wants to build us. ദൈവം പണിയാതെ ഇരുന്നാൽ If the Lord does not build, പണിയുന്നവർ വെറുതെ അധ്വാനിക്കുകയാണ്. the laborers laboreth in vain. ആകയാൽ ദൈവം നമ്മെ പണിയട്ടെ. Therefore, let the Lord build us. സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. All the saints are in the hands of the Lord. ആ കരങ്ങൾ നമ്മളെ സൂക്ഷിക്കട്ടെ. Let that hand keep us നമ്മുടെ too. ഹൃദയം കലങ്ങി പോകരുത്. Let not our hearts be troubled. അടുത്തത് നാം ദൈവകരങ്ങളിലായിരിക്കുന്നത് Nextly, we are in the hands of ദൈവം നമ്മെ God പണിതെടുക്കേണ്ടതിനാണ്. in order to build us. പ്രവാചകണത്തിൽ ഒരുവനായിരുന്നു പ്രവാചകനായി യെശയ്യാവ്. Isaiah was one among the prophets. യെശയ്യാവ് ഒരിക്കൽ ദൈവത്തോട് പറയുകയാണ്, Once he was saying unto God, ദൈവമേ നീ ഞങ്ങളുടെ പിതാവാണ്. Lord, you are our Father. ദൈവമേ നീ ഞങ്ങളുടെ പിതാവാണ്. Lord, you are our Father, ഞങ്ങൾ നിന്റെ കയ്യിലെ കളിമണ്ണാണ്. and we are the clay in your യെശയ്യാ hands. പ്രവചനം 64 അധ്യായം അതിന്റെ 8 വാക്യം. Isaiah 64 and verse 8. ദയവായി വായിച്ചാട്ടെ. Let us read. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഓ ഞങ്ങൾ നിന്റെ കയ്യിലെ കളിമണ്ണാണ്. Therefore, we are the clay in your hands, നീ ഞങ്ങളുടെ പിതാവാണ്. and you are our നീ Father. ഞങ്ങളെ മെനഞ്ഞെടുക്കുന്നവനാണ്. You are the one who builds us. വിശുദ്ധന്മാർ എന്തിനാണ് ദൈവകരങ്ങളിലായിരിക്കുന്നത്? Why are the saints in his hands? ഒന്ന്, അവർ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ. One, to be preserved by God. രണ്ട്, അവർ ദൈവത്താൽ പണിയപ്പെടുവാൻ. Secondly, to be built by him. ദൈവം നമ്മെ പണിതെടുക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ പണിയപ്പെടുകയുള്ളൂ. Only if the Lord builds us that we will be built. യെശയ്യാവിന്റെ കാലശേഷം ജീവിച്ച മറ്റൊരു പ്രവാചകനായിരുന്നു ഇരമ്യാവ്. Jeremiah was another prophet who lived after the days of Isaiah. ഇരമ്യാവ് ജീവിച്ച കാലം ഇസ്രായേലിന്റെ ഏറ്റവും ആത്മീക അരാജകത്വം പിടിച്ച കാലമായിരുന്നു. And it was the most immoral time of Israelites. ഇരമ്യാവ് ഒരു പൗരോഹിത്യ കുടുംബത്തിലാണ് ജനിച്ചത്.
Jeremiah was born in a priesthood തന്റെ family. ബാല്യകാലത്തിൽ തന്നെ താൻ ഒരു പ്രവാചകനായി തീരുകയായി. Right from his young age, he became a prophet. എന്നാൽ പിൽക്കാലത്ത് തന്റെ ശുശ്രൂഷയിൽ മനം അടുത്തു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. But later we can see that he was depressed in his ministry. പ്രവാചകന്മാരുടെ ഗണത്തിൽ ഏറ്റവും വേദനപ്പെട്ട പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. Jeremiah was the one who had the most painful experience among the തന്റെ prophets. ശുശ്രൂഷയിൽ ചില നാളുകൾ തന്റെ മനസ്സ് മടുത്തുപോയി. And in the midst of his ministry for a certain while his mind was ഒരു നാൾ depressed. യിരെമ്യാവിന്റെ അവസ്ഥയെ കണ്ടിട്ട് ദൈവം പറയുകയാണ്, Seeing the condition of Jeremiah, the Lord നീ said, രാവിലെ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോകണം. you should arise in the morning and go to the house of the potter. യിരെമ്യാവ് ഒരു കൊച്ചു ബാലനാണ്. Jeremiah is a small boy. യിരെമ്യാവ് നന്നാ രാവിലെ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് പോയി. He arose early in the morning and went to the house of the അവിടെ potter. കുശവൻ എന്താണ് ചെയ്യുന്നത്? And what was the potter doing? കുശവൻ രാവിലെ ചെന്ന് And the potter went അവൻ കുറെ കളിമണ്ണുകൾ വെട്ടിയെടുത്തു. and he took off some clay അപ്പോൾ തന്നെ അതിലുള്ള പൊടിപടലങ്ങളൊക്കെ അവൻ പെറുക്കിക്കളഞ്ഞു. and he cleaned off the dust from it. അതിനുശേഷം അവന്റെ പണിശാലയിലേക്ക് കൊണ്ടുവന്നു. And then he took it to this garage. വീണ്ടും ആ കളിമണ്ണ് കുഴച്ച് മയപ്പെടുത്തി. And again he made it soft. അതിനുശേഷം അവൻ ആ കളിമണ്ണ് ഒരു കൽചക്രത്തിൽ വെച്ചു. And then he kept it on a wheel. അതിനുശേഷം കൽചക്രം അതിവേഗം കറക്കാൻ തുടങ്ങി. And he started to spin it in a high speed. ഇടയ്ക്കിടയ്ക്ക് കുശവൻ തന്റെ കൈ കൊണ്ട് തൊടുന്നുണ്ട്. In midst of it, the potter is touching with his hands. കുശവന്റെ കൈകൾ എവിടെ തൊടുന്നുവോ അവിടെയൊക്കെയും കളിമണ്ണിന് രൂപം വരുന്നുണ്ട്. Wherever his fingers were placed, it becomes into a form and shape. എന്നാൽ ക്ഷണത്തിൽ ആ കളിമണ്ണ് വഴുതിപ്പോയി. But immediately the clay അപ്പോൾ went off. യിരെമ്യാവ് നോക്കിക്കൊണ്ടിരുന്നു. And then Jeremiah was കുശവൻ ആ looking. കളിമണ്ണ് എറിഞ്ഞു കളഞ്ഞില്ല. He did not throw that clay off. അവൻ ആ കളിമണ്ണിനെ ഒന്നിനെ മറ്റൊന്നായി പണിയുകയാണ്. He is transforming it into another form. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് യെശയ്യാവ് പറയുന്നത്? What did Isaiah say? ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാണ്. Lord, we are the clay and you are the potter. യിരെമ്യാവിനോട് ദൈവം ചോദിച്ചു, Lord asked unto Jeremiah, യിരെമ്യാവേ നീ അവിടെ എന്താണ് കണ്ടത്? what did you see, O Jeremiah? അപ്പോൾ യിരെമ്യാവ് പറയുന്നു, കളിമണ്ണ് കൊണ്ട് അവൻ പണിതുകൊണ്ടിരിക്കുന്നു. I saw that the clay was being built by the potter, എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. but the clay went off his hand. അവൻ കളിമണ്ണിനെ എറിഞ്ഞു കളഞ്ഞില്ല. He did not throw it off. അവൻ ഒന്നിനെ മറ്റൊന്നാക്കി പണിയുകയാണ്. He is transforming it into another നമ്മുടെ ദൈവം form. വിശ്വസ്തനാണ്. Our Lord is faithful. യെശയ്യാവ് അതിനെ കുറിച്ച് എന്തു പറഞ്ഞു? What did Isaiah say about അവൻ it? ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല. He will not break the bruised reed, അവൻ പുകയുന്ന തിരി കെടുത്തി കളയത്തില്ല. and he will not quench the smoking flax. യിരെമ്യാവ് എന്തു പറയുന്നു? What did Jeremiah അവൻ say? കയ്യിൽ നിന്ന് വഴുതിയവനെ എറിഞ്ഞു കളയത്തില്ല. He will not throw the ones who has slipped off his hand. പ്രവാചകനായ യെസ്കേൽ അതിനെ കുറിച്ച് എന്തു പറയുന്നു? What did prophet Ezekiel say അവൻ about it? മരിച്ചവനെ മറന്നു കളയത്തില്ല. And he will not forget the dead നമ്മുടെ ones. ദൈവം എത്ര വിശ്വസ്തനാണ്. How faithful is our God. നാം ഈ കളിമണ്ണിനെയും കുശവനെയും കുറിച്ച് പഠിക്കുമ്പോൾ When we learn about this clay and the potter, ഈ കളിമണ്ണിന് തന്നെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. the clay is only bothered about itself. താൻ ദുർഗന്ധം ഭവിക്കുന്ന കളിമണ്ണാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. It only knows that it's a foul smelling അതിന് clay. അപ്പുറമായി യാതൊരു അറിവും കളിമണ്ണിനില്ല. It has no other information other than പക്ഷേ ഈ that. കളിമണ്ണിനെ കുറിച്ച് കുശവന് 3 കാര്യങ്ങൾ അറിയാം. But regarding this clay, the potter knows 3 things. ഒന്ന്, ഈ കളിമണ്ണ് എവിടെ നിന്ന് എടുത്തതാണ്, ഇതിന്റെ പ്രകൃതി എന്താണെന്ന് കുശവൻ അറിയാം. 1, the potter knows where this clay was taken and its nature too. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, നീ എന്റെ പ്രകൃതിയെ അറിഞ്ഞ് ഞാൻ പൊടിയെന്ന് ഓർക്കുന്നുവല്ലോ. That's why David said, thou knowest my nature and I am dust. രണ്ടാമത് കുശവൻ എന്തറിയാം? And secondly, what does the ഈ potter know? കളിമണ്ണ് കൊണ്ട് എങ്ങനെ പണിയണമെന്നറിയാം. He knows how to build with this clay. അതുകൊണ്ട് കുശവൻ തന്റെ ഹിതം പോലെ പണിതുകൊണ്ടിരിക്കും. Therefore, he will be building according to his മൂന്നാമത് mind. കുശവൻ എന്തറിയാം? And thirdly, what does he know? ഇത് പണിതെടുത്താൽ യജമാനന്റെ വീട്ടിൽ ഇത് എന്ത് ഉപയോഗത്തിലെത്തിക്കാമെന്നറിയാം. He knows how it would be profitable to the master. പ്രിയ ദൈവവൈതലേ, നാം ദൈവത്തിന്റെ കരങ്ങളിലെ കളിമണ്ണാണ്. Dear child of God, we are the clay in the hands of അവൻ God. നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. And he is building you. നീ ഒരു കാലത്ത് അരിഷ്ടത പിടിച്ച മനുഷ്യനായിരുന്നു. Once you were a wretched man. നീ ദുർഗന്ധം പിടിച്ചൊരു പാപിയായിരുന്നു. You were a foul smelling sinner. എന്നാൽ കരുണയുടെ കരം നിന്നെ താങ്ങിയെടുത്തു. But the merciful hand lifted you up. ഇപ്പോൾ ജീവിതമാകുന്ന കൽചക്രത്തിൽ നിന്നെ വെച്ചിരിക്കുകയാണ്. And he has kept you in the wheels of life. ആ കൽചക്രം അതിവേഗം ദൈവം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. And the wheel is spinning at a high pace. നീ 1000 വർഷം ഈ കൽചക്രത്തിൽ ഇരുന്ന് കറങ്ങിയാലും നിനക്ക് രൂപം വരത്തില്ല. Even if you spin for 1,000 years, you will not get a form. നിന്റെ ദൈവം എവിടെയെല്ലാം നിന്നെ തൊടുന്നുവോ, Wherever
the Lord touches you, ദൈവം എവിടെയെല്ലാം നിന്നെ തൊടുന്നുവോ wherever the Lord places his hand, അവിടെ മാത്രമേ നിനക്ക് രൂപം വരത്തുള്ളൂ. only there you shall have a form. ഒരുപക്ഷെ പണിയുമ്പോൾ നീ വഴുതിപ്പോയെന്ന് വരാം. Maybe while he is building, you may slip ഇല്ല, off. ദൈവം നിന്നെ എറിഞ്ഞു കളയത്തില്ല. No, the Lord will not cast you off. ഒരിക്കലും നിന്നെ ദൈവം എറിഞ്ഞു കളയത്തില്ല. No, the Lord will not throw you away. ദൈവം വിശ്വസ്തനാണ്. The Lord is faithful. അവന്റെ ബലമുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം. Therefore, let us humble in his mighty hands. അവന്റെ ഹിതം പോലെ നമ്മെ പണിയട്ടെ. Let him build us according to his നമുക്ക് will. നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray unto our God. കർത്താവേ, എനിക്ക് എന്നെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. Lord, I know only about myself, എന്നാൽ നിനക്ക് എന്നെ കുറിച്ച് അറിയാം. but thou knowest me. എന്നെ എങ്ങനെ പണിയണമെന്നറിയാം. Thou knowest how to build. നിത്യതയിൽ എവിടെ എന്നെ കൊണ്ടുപോയി എത്തിക്കണമെന്നറിയാം. Thou knowest where to take me in eternity. ആകയാൽ എന്നെ എറിഞ്ഞു കളയാതെ പണിയണമേ. Therefore, cast me not, Lord, and build me. യജമാനന്റെ വീട്ടിലെ ഒരു നല്ല മാനപാത്രമാക്കി എന്നെ പണിയണമേ. Make me a profitable vessel in the master's നമുക്ക് നമ്മുടെ house. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. Let us surrender in the hands of God. കർത്താവേ, നിന്റെ കരുണയുടെ കരം കൊണ്ട് എന്നെ തൊടണമേ. Lord, touch me with thy merciful എന്റെ hand. ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമേ. Create a transformation in my നിന്റെ life. ഹിതത്തിനേറ്റവണ്ണം ഞാൻ നിന്റെ കരങ്ങളിൽ ചേർന്നിരിക്കട്ടെ. Let me be joining with your hands to be in thy will. നാളുകളും നാഴികളും നമ്മെ വിട്ട് അതിവേഗം കടന്നു പോകുകയാണ്. Days and hours are going at a high pace. നമ്മുടെ മരണമാണോ യേശുവിന്റെ വരവാണോ എന്ന് നാം അറിയുന്നില്ല. We do not know whether it's our death or the coming of the ആകയാൽ Lord. ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Therefore, once again, let us pray to our കർത്താവേ, God. നീ എന്നെ പണിയണമേ. Lord, build us, O Lord. നിന്റെ കരുണയുടെ കരം കൊണ്ട് എന്നെ തൊടണമേ. Touch me with your merciful hand. കുശവൻ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ When the potter is building, അവന്റെ സമീപ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. there is water in the nearby അവൻ vessel. ഇടയ്ക്കിടയ്ക്ക് കൈ ഉണങ്ങുന്ന ഉടനെ When his hands dry up, അവൻ ആ വെള്ളത്തിലേക്ക് കൈമുക്കും. he will immerse it into that വീണ്ടും water. അവൻ ഈ കളിമണ്ണിനെ തൊടും. Again, he will touch the clay. അപ്പോഴെല്ലാം കളിമണ്ണിന് രൂപം വരാൻ തുടങ്ങും. Every now and then, it makes a form. കർത്താവിന്റെ സകല വിശുദ്ധന്മാരും അവന്റെ കരത്തിൽ ഇരിക്കുകയാണ്. All saints are in the hands of God. പ്രിയ ദൈവ പൈതലേ, Dear child of നിന്റെ God, പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതികൾ. your plans are not your God's നിനക്ക് plans. നിന്നെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. You are only concerned about yourself, എന്നാൽ നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചറിയാം. but the Lord knows you. നിന്റെ പ്രകൃതിയെ കുറിച്ചറിയാം. He knows your nature. നിന്റെ ദുർഗന്ധത്തെ കുറിച്ചറിയാം. He knows your foul smell. അതിലുപരി നിന്നെ എങ്ങനെ പണിയണമെന്നുള്ളത് അറിയാം. And he knows how to build you up. എപ്പോഴെല്ലാം നിന്നെ തൊട്ട് നിന്റെ രൂപം ഭേദപ്പെടുത്തണമെന്ന് അവൻ അറിയാം. He knows when to touch you and make your form ഈ right. പണി തീരുമ്പോൾ നിത്യതയിൽ യജമാനന്റെ വീട്ടിൽ നീ എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളതും ദൈവത്തിന് അറിയാം. And after this work, he knows how to take you into the master's നമുക്ക് house. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. Therefore, let us surrender into the hands of കർത്താവേ, God. നീ എന്നെ പണിയണമേ. Lord, build me, O Lord. നീ എന്നെ തൊടണമേ. You should touch me, O നിന്റെ God. ഹിതം പോലെ എന്നെ ആക്കണമേ. Make me according to thy will. എന്നെ ഒരു മാനപാത്രമാക്കി തീർക്കണമേ. Make me a better vessel. എന്നെ ഒരു കരുണാപാത്രമാക്കി തീർക്കണമേ. Make me a merciful ആ vessel. ദിനത്തിങ്കൽ നിങ്ങൾ കരുണ കണ്ടെത്തുവാൻ In order to find mercy in that day. കർത്താവേ, കരുണയാൽ എന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, In order to be forgiven by thy mercy. കരുണയാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടുവാൻ, In order to be transformed by thy mercy. കരുണയാൽ അന്തിമ ന്യായവിധിയെ ജയിപ്പാൻ, In order to gain victory in the final ഭൂമിയിൽ judgment. എന്നെയും കരുണയുള്ള മനുഷ്യനാക്കി തീർക്കണമേ. Lord, make me a merciful man in this world. കരുണയുള്ളവൻ ഭാഗ്യവാൻ, He who is merciful is blessed, അവനു കരുണ ലഭിക്കും. for he shall receive നമുക്ക് mercy. കരുണാപാത്രമായി തീരാം. Therefore, let us become vessels of നമുക്ക് mercy. യജമാനന്റെ വീട്ടിലൊരു നല്ല മാനപാത്രമായി തീരാം. Let us become profitable vessels in the master's house. രണ്ടാമതായി ദൈവം നമ്മെ പണിയുന്നത്, And secondly, he is building us. അത് യെരൂശലേം ദേവാലയം പണിയുന്നത് പോലെയാണ്. It is like unto the building of Temple of Jerusalem. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ When we come to 1 Kings chapter 6 and verse അവിടെ 7, യെരൂശലേം ദേവാലയത്തിന്റെ പണിയുടെ ചരിത്രം പറഞ്ഞിരിക്കുകയാണ്. we can see the history of the building of the Temple of Jerusalem. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? What is written over അവിടെ there? ആലയം പണിയുമ്പോൾ And when the temple is built, മഴുവിന്റെയോ ചുറ്റികയുടെയോ ശബ്ദം കേട്ടില്ല. and there was not the sound of hammer nor axe. മഴുവിന്റെയോ ചുറ്റികയുടെയോ ശബ്ദം കേട്ടില്ല. No sound of hammer nor axe. എന്താണ് അതിന്റെ കാരണം? What is the reason?
മഴുവിന്റെയും ചുറ്റികയുടെയും ശബ്ദമില്ല. No sound of hammer nor axe. എന്താണ് അതിന്റെ കാര്യം? What is the reason? അവിടെ എഴുതിയിരിക്കുകയാണ്, It is written there, വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൊണ്ടാണ് ആലയം പണിയേണ്ടിയത്. because it is to be built with the stone that is made ready before. അങ്ങനെയുള്ള കല്ലുകൊണ്ട് പണിതതിനാൽ And because it is built likewise, അവിടെ യാതൊരു ശബ്ദവും കേൾക്കുന്നില്ല. there is no sound over there. പ്രിയ ദൈവ പൈതലേ, Dear child of God, ഈ ഭൂമിയിൽ in this world, ഈ വെട്ടുകുഴിയിലിട്ട് in you are in the pit. ആ ദൈവം തന്റെ വചനത്താൽ നമ്മെ വെട്ടി വെടിപ്പാക്കുകയാണ്. The Lord is making us in shape by His word. പൗലോസ് പറയുന്നു, അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനമാണ്. And St. Paul says it's the redemption of the എനിക്കും saints. നിങ്ങൾക്കും നിത്യതയിൽ ഒരു സ്ഥാനമുണ്ട്. There is a place for you and me in eternity. അതിന്റെ അളവ് ദൈവത്തിന്റെ പക്കലുണ്ട്. And the measure is there with God. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് And being the living stones unto Him, നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീർന്ന് you should become the living stones. ദൈവത്തിന്റെ നിവാസത്തെ പണിതുകൊണ്ടിരിക്കുകയാണ്. And we are building the dwelling of God. അപ്പോൾ ദൈവം വെട്ടുകുഴിയിൽ വെച്ച് വചനത്താൽ നമ്മെ വെട്ടി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. Therefore the Lord is making us in perfect way by thy word. അതിന്റെ പണി തീരുമ്പോൾ And after that work, നിശ്ചയമായി നാം നിത്യതയിൽ പോയി ചേരും. we shall surely join the eternity. നമുക്ക് ആ തിരുവെഴുത്തൊന്ന് വായിക്കാം. Let us read that scripture ഒന്ന് portion. രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 1 Kings chapter 6 and verse 7. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ഒച്ച ആലയത്തിൽ യാതൊരു കേൾക്കാനില്ലായിരുന്നു. ഇരുമ്പായുധത്തിന്റെയും ഒച്ചയില്ല. No sound of the tools of iron. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്, That's why St. Paul has written, അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് whatever he has done within his body, അത് നല്ലതോ തീയതോ, be it good or bad, അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. we have to stand before that throne in order to receive accordingly. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray unto our God. കർത്താവേ, നിന്റെ വചനത്താൽ എന്നെ വെട്ടി വെടിപ്പാക്കണമേ. Lord, make me in perfect shape by thy യേശു ഒരിക്കൽ word. പ്രാർത്ഥിക്കുകയാണ്, Once Jesus was praying, പിതാവേ, നിന്റെ വചനം സത്യമാണ്. Lord, thy word is truth. നിന്റെ വചനത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ. Sanctify them by thy word. ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്ന വിശുദ്ധന്മാരെ, O saints who are in the hands of the Lord, ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. may the Lord keep you. ഒരനർത്ഥവും നിങ്ങൾക്ക് ഭവിക്കയില്ല. No harm shall come nigh ഒരു thee, ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. no plague nigh thy dwelling. ആ ബലമുള്ള ഭുജത്തിൽ നിന്ന് ഒരു ദുഷ്ടന് നിങ്ങളെ വലിച്ചു പറിക്കത്തില്ല. No wicked man can pluck you out of that powerful hand. ദൈവത്തിന്റെ കരത്തിലിരിക്കുന്ന വിശുദ്ധന്മാരെ, O saints seated in the hands of ദൈവം God, നിങ്ങളെ ഓരോ ദിവസവും പണിതെടുക്കട്ടെ. may the Lord build you each day.